120 കോടിയിലധികം വരുന്ന ഇന്ത്യൻ ജനതയെ നയിക്കുന്ന ഭരിക്കുന്ന പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് എഴുതുന്ന ഒരു തുറന്ന കത്ത്. കഴിഞ്ഞ 3 ദിവസമായി ഇന്ത്യയിൽ അരങ്ങേറുന്ന സംഭവവികാസങ്ങളാണ് ഇത്തരമൊരു തുറന്ന കത്തെഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. നമ്മുടെ രാജ്യത്തിന്റെ 65ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ താങ്കളുടേതായി വന്ന സന്ദേശത്തിൽ അഴിമതിക്കെതിരെ പോരാടും, രാജ്യത്തിന്റെ വികസനമാണ് പ്രധാന ലക്ഷ്യം, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനാണ് രാജ്യം പ്രാധാന്യം കൊടുക്കുന്നത് തുടങ്ങി പതിവ് പ്രഖ്യാപനങ്ങളെക്കാൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് നിരാഹാരവും സമരവും ലോക്പാലിനെ സഹായിക്കില്ല എന്ന താങ്കളുടെ വാക്കുകളാണ്. നൂറ്റാണ്ടുകളോളം ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലായിരുന്ന നമ്മുടെ ഭാരതത്തെ അഹിംസയുടെ മാർഗത്തിലൂടെ നിരാഹാര സമരത്തിന്റെ പാതയിലൂടെ സ്വാതന്ത്ര്യത്തിൽ എത്തിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്ന ആ ദിവസം തന്നെ വേണമായിരുന്നു ഈ പരാമർശമെന്ന് ഓരോ ഭാരതീയനും ചിന്തിച്ചുവെന്ന് താങ്കൾ അറിയണം. അഴിമതിക്കെതിരെ ശക്തമായ നിയമം വേണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്താനൊരുങ്ങിയ രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു ജനപ്രതിനിധിയെ കൊടും അഴിമതിക്കാർക്കൊപ്പം ജയിലിൽ അടച്ചതിനെക്കുറിച്ച് താങ്കൾ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിലുമുണ്ടായിരുന്നു പൊള്ളത്തരം. നിയമം ലംഘിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിലായിരുന്നു ഗാന്ധിയൻ അന്നാ ഹസാരെയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നതെന്നും ജയിലിൽ അടയ്ക്കേണ്ടി വന്നതെന്നുമെല്ലാം താങ്കൾ 10,000 വട്ടം ആവർത്തിച്ചാലും ഞങ്ങളെ വിശ്വസിപ്പിക്കാനാകില്ല. കാരണം നിയമലംഘന പ്രഖ്യാപനത്തിന്റെ പേരിൽ നടപടിയെടുക്കാൻ ജാഗ്രത പുലർത്തിയ ഭരണാധികാരികൾ തങ്ങളുടെ കൺമുന്നിൽ ദിനംപ്രതി നടക്കുന്ന നിയമലംഘനങ്ങളോട് കാണിക്കുന്ന പ്രതികരണം ഞങ്ങൾ ദിവസവും കാണുന്നു, അറിയുന്നു എന്നതുതന്നെ. 10,000 രൂപ ഒരുമിച്ച് കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യണമെന്നറിയാതെ മോഹാത്സ്യപ്പെട്ട് വീഴുന്ന ലക്ഷങ്ങളുള്ള ഇന്ത്യയിൽ സാധാരണക്കാരന് മനസ്സിലാവാത്ത ലക്ഷം കോടികളുടെ തട്ടിപ്പ് നടത്തിയ രാജിയും കനിമൊഴിയും കൽമാടിയും ജയിലിലായതിന്റെ മിടുക്ക് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് പറയാനുണ്ടാകും. പക്ഷേ അതിനേക്കാൾ ഞങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നത് തീഹാർ ജയിലിൽ ജയിൽ സൂപ്രണ്ടിനൊപ്പം ചായ കുടിച്ചിരുന്ന ലോകകാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു കൽമാടി എന്ന വാർത്തയാണ്. രാജ്യത്തിന്റെ അമൂല്യ നിക്ഷേപം കുഴിച്ചെടുത്ത് നികുതി പോലും അടയ്ക്കാതെ റെഡ്ഡി സഹോദരന്മാർ സ്വർണ്ണക്കട്ടിലിൽ ഉറങ്ങുകയും സ്വർണ്ണപാത്രങ്ങളിൽ ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ ജീവൻ നിലനിർത്താനുള്ള ഒരു നേരത്തെ ഭക്ഷണത്തിനും മരുന്നിനും നികുതി അടയ്ക്കുന്ന പട്ടിണി പാവങ്ങളാണ് ഇന്ത്യയിൽ കൂടുതലുള്ളതെന്ന് അങ്ങ് മറക്കരുത്. ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യയിൽ 7,000 കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഇലക്ട്രിസിറ്റി ഒറ്റ മാസം കൊണ്ട് കത്തിച്ചു കളഞ്ഞ മുകേഷ് അംബാനി 70 ലക്ഷം രൂപ ബില്ലടച്ചതിന്റെ പേരിൽ 500,000 രൂപയുടെ ഡിസ്കൗണ്ട് നൽകിയതും നമ്മുടെ രാജ്യത്താണ്. ഈ 50,000 രൂപയുടെ ഇലക്ട്രിസിറ്റി കൊണ്ട് മുംബൈയിലെ ചേരി പ്രദേശത്തെ മുഴുവൻ കുടിലുകളും 1 മാസത്തോളം പ്രകാശമാനമാക്കാൻ സാധിക്കുമായിരുന്നില്ലേ? ഇതൊക്കെ കണ്ടുമടുത്ത കേട്ടുമടുത്ത ജനവിഭാഗങ്ങളാണ് ഇപ്പോൾ അന്നാ ഹസാരെയ്ക്കൊപ്പം തെരുവിലിറങ്ങുന്നത്. അഴിമതിക്കെതിരെ അഴിമതിക്കാരെ ജയിലിലടയ്ക്കാൻ ശക്തമായ ജനലോക്പാൽ ബില്ലിനു വേണ്ടി ഇപ്പോൾ തെരുവിലിറങ്ങുന്ന ആബാലവൃദ്ധം ജനങ്ങളുടെ ആവശ്യം ഇതാണ്: അഴിമതി വിമുക്ത ഇന്ത്യ. അഴിമതി കണ്ടുമടുത്ത പല വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ദൈനംദിന ജീവിതത്തിൽ അഴിമതിക്കാരെ നേരിടേണ്ടി വന്ന സാധാരണക്കാരും നല്ലൊരു നാളെ സ്വപ്നം കാണുന്ന കുട്ടികളുമാണ് ഇപ്പോൾ ഹസാരെയ്ക്കൊപ്പമുള്ളത് എന്ന് അങ്ങ് മനസ്സിലാക്കണം. ഇവരിൽ ഓരോരുത്തർക്കും പറയാനുണ്ടാകും അഴിമതിക്കാരുടെ ഇരയായ കഥകളും അല്ലെങ്കിൽ സാമൂഹ്യനീതി നിഷേധിക്കപ്പെട്ട സംഭവങ്ങളും. അന്നാ ഹസാരെ പറഞ്ഞതുപോലെ ഇത് 2ാം സ്വാതന്ത്ര്യ സമരം തന്നെയാണ്. ഇതിനെ അരാഷ്ട്രീയവാദമെന്നോ ജനാധിപത്യത്തിനെതിരായ പോരാട്ടമെന്നോ പറഞ്ഞ് തകർക്കാൻ ശ്രമിക്കാതെ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയുടെ ഉത്തരവാദിത്വം താങ്കൾ നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കട്ടെ. എങ്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാഷ്ട്രങ്ങളിലൊന്നായ ഇന്ത്യയെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിച്ചതിന്റെയും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മാതൃകാ രാജ്യമാക്കി പുനഃസൃഷ്ടിച്ചതിന്റെയും ക്രെഡിറ്റ് താങ്കൾക്കും അവകാശപ്പെട്ടതായിരിക്കും. അതിനുള്ള മനക്കരുത്ത് താങ്കൾക്കുണ്ടാകട്ടെ എന്ന ആശംസയോടെ ഇന്ത്യൻ പൗരത്വമുള്ള ഒരു പൂർണ്ണ ജനാധിപത്യ വിശ്വാസി.